കൊള്ളാലോ. ഏതാ വീട്? താഴത്തെയാണോ മുകളിലത്തെയാണോ? താഴത്തെയാ. എങ്ങനെയുണ്ട് എന്റെ സെലക്ഷൻ? കൊള്ളാം. ആകോക്കെ ഒന്ന് കാണട്ടെ, എന്നിട്ട് ബാക്കി പറയാം. എന്റെ സെലക്ഷൻ ഇന്ന് വരെ മോശമായിട്ടില്ല, നീ അടക്കം. അപ്പൊ ഞാനെന്താ മോശാണോ? അല്ലാത്തത് കൊണ്ടല്ലേ മേജർ സുർജിത് സിംഗിന്റെ വീട്ടിൽ നിന്ന് ഞാൻ ചേട്ടത്തിയെ പൊക്കിയത്. അച്ഛാ അച്ഛാ, എന്റെ പൊന്ന് ചേട്ടത്തി ദേവി ഏത് ഹിന്ദി സംസാരിക്കുന്നു. സുധീർ സിംഗിന്റെ വീട്ടിൽ നിന്ന് പഠിച്ചത് അറിയാതെ വന്നു പോയതാണ് മോനെ. ഐശ്വര്യമായിട്ട് ആ ചാവി എടുത്ത് ഷൈനി കുഞ്ഞിന്റെ കൈ കൊടു. ഇങ്ങിതാ. കർത്താവേ, എന്നാ പിടി. അയ്യോ ഷൈനി, നെയ്യപ്പം. എന്നതാ നെയ്യപ്പോ? എവിടെ? നെയ്യപ്പം ഉണ്ണിയപ്പം ഒന്നുമല്ല, വേറൊരു കാര്യ. രാജേട്ടാ, ശ്രീദേവി, നീ ഇവിടെയാണോ താമസിക്കുന്നത്? രാജേട്ടാ, ഇതാ ഞാൻ എപ്പോഴും പറയാറുള്ള ഷൈനി. റോയിച്ച, ഇത് ശ്രീദേവി, ഞങ്ങൾ ഒന്നിച്ച് കോളേജിൽ പഠിച്ചതാ. ഐ എം റോയ് രാജ്മോഹൻ. ഹലോ. അല്ലേ, എല്ലാവരും പുറത്തന്നെ നിൽക്കണോ? മാതാവിനെ മനസ്സിൽ വിചാരിച്ചു വലതുകാലി വെച്ച് കയറിയട്ടെ. ചെന്നാട്ടെ. മുകളിൽ ഇത്രേ സൗകര്യമൊക്കെ ഉള്ളോ? ബെഡ്റൂം ഇത്രയൊക്കെ ഉള്ളൂ, പിന്നെ ഹാള് കുറച്ചുകൂടെ വലുപ്പമുണ്ട്. ഞങ്ങൾക്ക് അതൊക്കെ ധാരാളാ. രാജേട്ടന് ഞാനും മോള് മാത്രമല്ലേ ഉള്ളൂ. ഒരു കുട്ടിയേ ഉള്ളോ? ആ, നിനക്കിപ്പോ ഒന്നും വേണ്ടേ? ഓ, എനിക്ക് വേണ്ടാഞ്ഞിട്ടൊന്നുമല്ല. റോയിച്ചൻ പറയുന്ന 2 കൊല്ലം കഴിഞ്ഞിട്ട് മതിയെന്നാ. ഈ മാരേജ് കഴിഞ്ഞ് ഉടനെ വയറും വീർപ്പിച്ച് നടക്കുന്ന പരിപാടി എനിക്ക് ഇഷ്ടമല്ല. ഒരു മിനിമം 2 കൊല്ലമെങ്കിലും സുഖിച്ച് നടന്നിട്ട് മതി കുട്ടികളെന്നാണ് എന്റെ അഭിപ്രായം. ഒരു കണക്കിന് മാരേജ് കഴിഞ്ഞ് ഉടനെ കുട്ടികൾ ഉണ്ടാകുന്നത് നല്ലത്. റിട്ടയർഡ് ലൈഫിന് മുമ്പ് കുട്ടികളൊരു പൊസിഷൻ എത്തുമല്ലോ. ഷൈനിക്ക് കൊച്ചുകുട്ടികൾ വെച്ച ജീവനാ. ഞങ്ങൾ ഹോസ്റ്റലിൽ താമസിക്കുമ്പോ അടുത്ത വീട്ടിലൊരു കുട്ടി ഉണ്ടായിരുന്നു. ഇവള് ദിവസം ആ കുട്ടി എടുത്തോണ്ട് വന്ന് കണ്ണെഴുതിക്കും പൊട്ടുപിടിക്കും ഒക്കെ ചെയ്യും. ഞങ്ങൾ ഇവളെ വാരുമായിരുന്നു. അപ്പൊ ഞാൻ ഇറങ്ങാം. ഇന്നത്തെ ലഞ്ച് നമുക്ക് വീട്ടിലാകാം. ഓക്കെ ഓക്കെ. ഞാനിപ്പോ പറയാൻ വിചാരിച്ചതേ ഉള്ളൂ. ആ, അത് വെറുതെ തന്നെ എനിക്ക് അറിയാവുന്നല്ലേ. അത് പിന്നെ പഠിക്കണ സമയത്ത് കുറച്ച് പിശിക്കാതിരിക്കാൻ പറ്റുമോ? പോക്കറ്റ് മണി കൊണ്ട് വേണ്ട എല്ലാ കാര്യങ്ങളും നടത്താൻ. ഇപ്പൊ എന്ത് നോക്കാനാ? ബാങ്ക് മാനേജറുടെ ഭാര്യയല്ലേ, ആവശ്യത്തിനുള്ള പണം ബാങ്കിന് എടുത്താ പോരെ? അല്ലേ രാജേട്ടാ? പിന്നെ എനിക്ക് സമയമായി. അപ്പൊ ലഞ്ചിന്റെ കാര്യം മറക്കണ്ട. ഓക്കെ ഓക്കെ. വാ, നമുക്ക് മുകളിലേക്ക് പോവാം. വാ റോയിച്ച. നിങ്ങൾ വയ്ക്കോ, ഞാൻ ആ സാധനങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അല്ല ലോറിക്കാരന്മാരാകെ അലമ്പാക്കും. ചെന്നേ. മോളെ, മോളി ആന്റി അറിയോ? മമ്മിയുടെ കൂട്ടുകാരിയാ ഷൈനി ആന്റി. ഞാൻ ഷൈനി ആന്റി. മോള് നിന്നെ പോലൊന്നുമല്ല, അച്ഛന്റെ തനി മിനിയേച്ചറാ. രാജേട്ടൻ പറയണത് എന്നെ പോലെയാണ്. അത് വെറുതെ. ആ, നിന്റെ രാജേട്ടൻ ആളെങ്ങനെയാ? ഞാനെന്ന് വെച്ചാ ജീവനാ. റോയിച്ചിന് മോശമൊന്നുമല്ല, പുള്ളിക്ക് എല്ലാം ഒരു തമാശയാ. ദേഷ്യം വന്നാ പിന്നെ പറയും വേണ്ട. ഞാനും ഒട്ടും വിട്ടുകൊടുക്കത്തില്ല. പിന്നെ കോംപ്രമൈസ് ആകുന്നത് ബെഡ്റൂമിൽ വെച്ച്. പിന്നെ ഊണിന് നോൺ വെജിറ്റേറിയൻ ഒന്നും കാണില്ല. ഇതുവരെ നിന്റെ നോൺ വെജിറ്റേറിയൻ അലർജി മാറിയില്ലേ? ഞാൻ കഴിക്കില്ലെങ്കിലും രാജേട്ടിന് വേണ്ടി ഉണ്ടാക്കും കാർത്തിയനമ്മ. നിങ്ങൾക്ക് ഫിഷോ ചിക്കനോ എന്താ വെച്ചാ വാങ്ങിപ്പിക്കാം. ഓ, ഇനിയിപ്പൊ എന്നാ വാങ്ങാനാ? ഒരു നേരമൊക്കെ വെജിറ്റേറിയൻ ആകാം. ഞങ്ങൾക്ക് പ്രശ്നമൊന്നും അല്ലെന്നേ. ആ കത്രീന ചേട്ടത്തിക്കുണ്ടല്ലോ. ഇറച്ചി മീനില്ലാതെ എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റത്തില്ല. ഈ പാത്രത്തിൽ എന്നതാ? പച്ചടിയാ? അച്ചടിയാ? ഇതിലെന്നതാ? അത് കാളൻ. കാളിയും പോത്തൊന്നുമില്ലേ? വലിയ കാര്യത്തിൽ ജനിച്ചിട്ട് അച്ചടി കാളന്നല്ലേ കൊണ്ടായി. നോൺ വെജിറ്റേറിയൻ കഴിച്ച് ശീലിച്ചോളാം ഞാൻ. എനിക്ക് വെജിറ്റേറിയൻ കഴിക്കാൻ പറ്റില്ല എന്നറിയാലോ. കത്രീന ചേട്ടത്തിക്ക് നോൺ വെജിറ്റേറിയൻ കിട്ടിയ പോരെ? ആ, അത് മതി. അങ്ങനെ അങ്ങ് ശീലിച്ചു പോയി. ഞാനേ മേജർ സുധീർ സിംഗിന്റെ വീട്ടിലെ കോക്കിയായിരുന്നു. അന്ന് എന്തൊക്കെ ഐറ്റംസ് മേം സാബിന് ഉണ്ടാക്കി കൊടുക്കാന്നറിയാമോ? ചേട്ടത്തി, അതൊക്കെ ഇനിയും പറയാൻ സമയമുണ്ടല്ലോ. ഞാൻ കിച്ചണിൽ കയറുമ്പോ മേം സാബും കയറും. അതെന്തിനാ? കുക്കിംഗ് പഠിക്കാൻ. എന്തൊക്കെയാ ഐറ്റംസ് എന്നറിയാമോ? എന്തൊക്കെയാ? ക്രീം മഷ്റൂം സൂപ്പ്, സുക്ക് പിസ്ത, ബ്രെയിൻ കൂപ്രെ. അതെന്തുവാ? അയ്യോ, ബ്രെയിൻ കൂപ്രെ, ബ്രെയിൻ കൂപ്രെ, പോർ പിന്താലു, മസാല ബാത്ത്. ഇതൊക്കെയാണ് ഞങ്ങൾ സാധാരണ ഉണ്ടാക്കുന്ന ഐറ്റംസ്. ഇതൊന്നും ഇവിടെ കിട്ടില്ല എന്നറിയാം. എന്തെങ്കിലും ഒന്നും വായിക്ക് രുചിയായിട്ട് കടിച്ചു വലിക്കാൻ വേണ്ടേ? കടിക്കാനൊക്കെ വഴി ഉണ്ടാക്കാന്നേ. ചേട്ടത്തി താഴോട്ട് ചെന്നേ, അവിടേക്കൊന്ന് തുടയ്ക്കണം. ഞാനില്ലാതെ ഇവരൊക്കെ എങ്ങനെ ജീവിക്കേണ്ട കർത്താവ് ശോമിശിയായ? എങ്ങനെയുണ്ട്? നീ ഇതിനെ എങ്ങനെ സഹിക്കുന്നു? വേറെ ആരെ കിട്ടാനാ? ഇച്ചിരി വർത്താനും ഭരണവും ഉണ്ടെന്നല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. റോയിച്ചന്റെ അകന്ന ബന്ധത്തിൽപ്പെട്ടതാ. അയ്യോ, റോയിച്ചൻ ഇവിടെ എന്നെ എടുക്കുവാന്നോ?
എന്തൊക്കെയാ കാണിച്ചേ? ഞാൻ എന്നാ കാണിച്ചു? ഈ മിറർ എന്തിനാ കട്ടിലിന് നേരെ വെച്ച്? ആ, അതിനൊക്കെ ചില ഉദ്ദേശങ്ങളുണ്ടെന്ന് വെച്ചോ. അപ്പുറത്ത് കത്രീൻ ചെറുതുണ്ട്. അവരൊന്നും ഇപ്പൊ ഇങ്ങോട്ട് വരത്തില്ലെന്നേ. ശ്രീദേവി എങ്ങനെ വരുന്നേ? അതിനെന്താ, വരട്ടെ, കാണട്ടെ. ഓ, ശ്രീദേവിക്കൊന്നും അറിഞ്ഞുകൂടാത്ത പോലെ. ഒരു കാര്യം പറയാൻ മറന്നുപോയി. പറഞ്ഞ പോലെ നിന്റെ കൂട്ടുകാരി ശ്രീദേവി ഒരു ഉഗ്രം ബ്യൂട്ടിയാണല്ലോ. അവളുടെ കണ്ണേ. വേണ്ട റോയിച്ച, അവളോട് മാത്രം വേണ്ട. അയ്യേ, ഞാൻ വെറും ബ്രദർ സിസ്റ്റർ എന്നുള്ള നിലയ്ക്കാണ് ഇടപെട്ടത്. കോളേജ് വെച്ചേ ആ കണ്ണു മാത്രം മതിയെന്ന് പറഞ്ഞ് എത്ര ആമ്പിള്ളേർ അവളുടെ പുറകെ നടന്നെന്നറിയോ? എന്താ കണ്ണു മാത്രം കിട്ടിയിട്ട് എന്നാ പ്രയോജനമാ? കണ്ണു മാത്രം കിട്ടിയിട്ട് എന്താ പോളെ? അയ്യോ എന്റെ കർത്താവേ. അയ്യോ, ആ ചേട്ടനെയും വിളിച്ചോണ്ട് താ വരുന്നു. കർത്താവേ, എന്നാ ഒന്നുമില്ല. ഈ കൊച്ചു എന്നെ കണ്ട് പേടിച്ചേ? പേടിച്ചോ? ആ. ഇവിടെ എന്നാ കണ്ട് പേടിക്കാനാ? ഇവിടെ ഞങ്ങൾ കണ്ട് മാത്രമല്ലേ ഉള്ളൂ. അതെ, ഞങ്ങളല്ലേ ഉള്ളു. മനസ്സിലായി മനസ്സിലായി. മോളെ, ഇനി ഇവിടെ നിൽക്കണ്ട. ഇനി ഇവിടെ നിന്നാ പലതും കണ്ട് പേടിക്കേണ്ടി വരും. വാ. മനസ്സിലായെന്നാ തോന്നുന്നു. ഒരു പാവയ്ക്ക, വെണ്ടയ്ക്ക, വഴുതനങ്ങ, പച്ചക്കറി, പച്ചക്കറി, പച്ചക്കറിയേ, പച്ചക്കറിയേ, പച്ചക്കറി വേണ്ട അമ്മച്ചി. വരുന്നടോ. കുമ്പളങ്ങ, പടവലങ്ങ, പാവയ്ക്ക, വെള്ളരിക്ക, ഇഞ്ചി, കരിയാപ്പില, പച്ചമുളക്, ബീറ്റ്റൂട്ട്, ക്യാരറ്റ്. കൊച്ചമ്മ, താഴത്തെ വീട് പുതിയ താമസക്കാർ വന്നു. എവിടെ ഉള്ളവരാ? കോട്ടയത്ത് വരാം. കോട്ടയത്തുകാർ. തനിക്ക് എന്തൊക്കെ അറിയണം കേട്ടോ? ഭാര്യയും ഭർത്താവും ഒരു വേലക്കാരിയുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് 6 മാസമായി. ഇനി വല്ലതും അറിയണോ? അപ്പൊ അണിമുടി ദമ്പതികളാ? ജാതി എന്തുവാ? തനിക്ക് കച്ചവടം കിട്ടുന്ന ജാതിയല്ല, നസ്രാണികളാ. നാരായണന് ഈ കോളനി താമസിക്കുന്ന എല്ലാവരുടെയും ബയോഡേറ്റ അറിയണം അല്ലേ? അതൊക്കെ അറിഞ്ഞിരിക്കണ്ടോ കൊച്ചമ്മ? ഓരോ വീട്ടിലും എത്ര മെമ്പേഴ്സ് ഉണ്ട്, അതിൽ വെജിറ്റേറിയൻ എത്ര, നോൺ വെജിറ്റേറിയൻ എത്ര എന്നൊക്കെ അറിഞ്ഞില്ലേ എന്റെ കച്ചവടം നടക്കത്തുള്ളൂ. അതെ അതെ, തനിക്ക് അവിടെ ഇവിടെയും പറഞ്ഞു കൊടുത്ത് കടിപിടി കൂട്ടിക്കുന്ന സ്വഭാവമുണ്ട്. അതിനല്ലേ കിഴിഞ്ഞു കിഴിഞ്ഞ് ചോദിക്കുന്നേ? ആണം കേട്ടവൻ. എന്തൊന്നും കഴിക്കാതിരിക്കുന്നേ? ഇറച്ചി മീനില്ലാത്തോണ്ടാണോ? ഹേയ്, എനിക്കങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഞാനെല്ലാം കഴിക്കും. മതി. ഒരാളും തട്ടുന്നുണ്ടില്ലേ? നോൺ വെജിറ്റേറിയന്റെ ആളാ. റോയിച്ച മിണ്ടായിരുന്നു കഴിക്കുന്നുണ്ടോ? ഷൈനിക്ക് അധികം സംസാരിക്കുന്ന ഇഷ്ടമല്ലെന്ന് മതി തോന്നുന്നു. മതി. അതിനുള്ള ഗ്യാപ്പ് കിട്ടണ്ടേ? ഞാനല്ലേ സഹിക്കുന്നത്. ഈ ടിവിയിലെ പരസ്യം പോലെ തുടങ്ങിക്കഴിയാൻ നിർത്തത്തില്ല. ഫ്രണ്ടും ആള് മോശമൊന്നും അല്ല. അച്ഛനൊരു വീണ വാങ്ങി കൊടുത്തിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ് പോരുമ്പോ കാറിന്റെ മുകളിൽ കെട്ടി വെച്ചോണ്ടാ പോരുന്നത്. സത്യത്തിൽ എനിക്ക് ഭയങ്കര ചമ്മലായി പോയി. ഈ ചെമ്മാൻകുടി സുബലക്ഷ്മിയും കൂടെ കച്ചേരിക്ക് പോയിട്ട് വരുന്ന പോലല്ലായിരുന്നോ ഞങ്ങളുടെ വിവാഹ കോട്ടയാത്ര? ഇടയ്ക്കൊക്കെ ഇരുന്ന് വായിക്കുന്നേക്കാം. മുഖസ്തുതി പറയല്ല, സഹിക്കുക. രാജേട്ടന്റെ കവിതയേക്കാൾ നല്ലതാ. ആട്ടെ, രാവിലെ നമ്മൾ വന്നപ്പം ഒരു നെയ്യപ്പത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. എനിക്ക് നെയ്യപ്പം വലിയ ഇഷ്ടമാ. എന്നതാ കാര്യം? പറയട്ടെ. പറയുന്ന കേൾക്കാമല്ലോ. ഒന്നുമില്ലെന്നേ, ഹോസ്റ്റലിൽ ഇവിടെ ഞങ്ങൾ വിളിച്ചിരുന്ന നെയ്യപ്പോന്നാ. നാട്ടിൽ പോയേച്ച് വരുമ്പോ എപ്പോഴും കാണും ഒരു പൊതി നെയ്യപ്പം. അത് ശരിയാ. ഇപ്പഴെനിക്ക് ഓർമ്മ വന്നത്. അടുക്കള കാണാൻ വന്നപ്പം ഒരു കൂടെ നെയ്യപ്പമായിട്ടാ ഇവിടെ അമ്മ വന്നത്. ആട്ടെ, നിനക്കെന്നാ പേരായിരുന്നു? എനിക്കാരും പേരൊന്നും ഇട്ടിട്ടില്ല. അത് വെറുതെ. കോളേജ് ആവുമ്പോ എന്തായാലും ഒരു പേര് കാണും. എന്നാ കാണും. ഇവളെ വിളിക്കാൻ പറ്റിയ ഒരു പേരുണ്ട്. എന്നതാ? ഇനി വന്ന് വൈറ്റ് ലഗോൺ. ഞാൻ സുർജി സിംഗിന്റെ കൂടെ ആയിരുന്നപ്പോ പട്ടാള കിട്ടായിരുന്നു ഭക്ഷണം. അതുകൊണ്ട് എനിക്ക് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ തല കറങ്ങും. എനിക്കും അങ്ങനെ. പട്ടാളത്തിൽ ഏതെങ്കിലും സിംഗിന്റെ കൂടെ ആയിരുന്ന? എനിക്ക് പ്രഷറിന്റെയാ. ഇതെല്ലാം കൂടി വാരി തിന്ന പിന്നെ എങ്ങനെയാ പ്രഷർ ഇല്ലാതിരിക്കുക? ആ കാളന്നല്ല ഈ കുറച്ചൊഴിക്ക്. ഇച്ചിരി തോരഞ്ഞു. കറിയൊക്കെ ഇഷ്ടപ്പെട്ടോ? സത്യം പറയാലോ, വായ വെക്കാൻ കൊള്ളില്ല. പിന്നെ വിശപ്പുണ്ട് കഴിക്കുക. ഇനി താഴെ ചെന്ന് വല്ല ബ്രെഡോ ജാമോ എടുത്ത് കഴിച്ചാലേ വിശപ്പ് മാറുള്ളൂ. എന്നെ എടുക്കാ റോയിച്ച അവിടെ? അല്ല, നല്ല തണുത്ത കാറ്റ്, കുറച്ച് നടക്കാന്ന് വിചാരിച്ചു.
എന്താണ് മോള് നീ വാ, ഞാൻ പറയാം. മോള എനിക്ക് വേണ്ട, അതല്ല, നീ വാ, ഞാൻ പറയാം. നിക്ക്, ഞാൻ പറയാം. എന്താ ഒരു സ്മോൾ അടിക്കാനാ. ഞാൻ കഴിക്കത്തില്ല. അത് കളാ, ബെസ്റ്റ് സ്കോച്ചാ, കസ്റ്റംസിന്ന് ഒതുക്കിയതാ. ഒരു കമ്പനി ഇല്ലാതെ കഴിക്കാൻ എനിക്ക് വളരെ പ്രയാസം. സോറി, എനിക്ക് വേണ്ട. രാജ്മോഹൻ ഇതിനു മുമ്പ് കഴിച്ചിട്ടില്ലേ? കഴിച്ചിട്ടില്ലെന്ന് വെച്ചാ മാരേജിന് മുമ്പ് കമ്പനി സൈക്കിന് വേണ്ടി വല്ലപ്പോഴും. അത് പറ. ശ്രീദേവി അറിഞ്ഞാൽ പ്രശ്നമാണല്ലേ? പ്രശ്നമെന്ന് വെച്ചാ പിന്നെ എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയാ. പക്ഷേ ഹസ്ബൻഡിനെ 2 പെഗ് അടിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു വൈഫുണ്ട്. എന്റെ വൈഫ് ഷൈനി. ഷൈനി അടിക്കൂ? അടിക്കുമെന്നോ? എന്നെ അടിയാന്നറിയാവോ? അയ്യോ, ബിസ്കിയും ബ്രാൻഡി ഒന്നുമല്ല, വൈൻ, മാസ് വൈൻ. ഞങ്ങളുടെ പള്ളിയിൽ മുന്തിരിങ്ങായിട്ട് ഉണ്ടാക്കുന്ന. അതല്ലേ അവക്ക് ഇത്ര ഗ്ലാമർ. താവാ. അല്ല എന്നാലും ഒരു കുഴപ്പമില്ല, നമുക്ക് മുറി ലോക്ക് ചെയ്ത് അതിനകത്തിരുന്ന്. എന്താ രണ്ടുപേരും കൂടി രഹസ്യം? അല്ല, നമ്മുടെ ഈ പെട്രോളിയം പ്രോഡക്ട്സിന്റെ സ്കേഴ്സിറ്റിയെ കുറിച്ച് ചർച്ച ചെയ്യായിരുന്നു. അതെ, നീ പോയി മോൾക്ക് ചോറ് കൊടു, ഞാൻ ഉടനെ വരാം. ഇങ്ങനെ പോയാൽ നമ്മുടെ ഈ പ്രോഡക്റ്റ് ഒക്കെ എങ്ങനെ ഒന്ന് കൺസ്യൂം? ഒരു പിടിയില്ല. റോയിച്ചൻ എന്നെ അയ്യോ, ഒന്ന് ഷോപ്പിങ്ങിന് പോകുന്ന പറഞ്ഞിട്ട് പോയില്ലേ? ഇല്ല, ഞാൻ കുറച്ച് ലേറ്റ് ആയി. ശ്രീദേവി എന്നെ എടുക്കുക. ശ്രീദേവി നിന്നെ തിരക്കി. കൊച്ചിന് എന്തോ പ്രശ്നം ഉണ്ടെന്ന് അങ്ങോട്ട് ശരി. ഈ കസ്റ്റംസിൽ നിന്ന് നേരിട്ട് മേടിക്കുന്നത് കൊണ്ട് ഒറിജിനൽ സാധനം കിട്ടും. എന്റെ കോട്ട 2 പെഗ്ഗ. ആര് നിർബന്ധിച്ചാലും ഒരു തുള്ളി പോലും ഞാൻ കൂടുതൽ കുടിക്കത്തില്ല. കൂടിയാ പെസക വയലന്റ് ആവും. വേണ്ട. അതുകൊണ്ടല്ലേ ഷൈനിക്ക് എതിർപ്പില്ലാത്തത്. Cheers. സത്യം പറയാലോ, വിവാഹത്തിന് മുമ്പ് സാമാന്യം തെറ്റില്ലാത്ത രീതി ഞാൻ കുടിച്ചിട്ടുണ്ട്. അത് ഈ പിടിപ്പീര് കണ്ടപ്പോഴേ മനസ്സിലായി. തനിക്കെന്നാ ശ്രീദേവിയെ പേടിയാണ്? അങ്ങനൊന്നുമില്ല. അത് വിട് വിട് വിട്. അല്ലേ, ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു, സ്വന്തം കാര്യം പോലും മര്യാദയ്ക്ക് ചെയ്യാൻ അറിയാത്ത താൻ 4-5 വയസ്സുള്ള ഒരു കൊച്ചിന്റെ തള്ളയായി കർത്താവേ. പിന്നെ ഞാൻ എന്താ സന്യസിക്കാൻ പോകുന്നു വിചാരിച്ചോ? പറയുന്ന ആളുടെയും കാണാം. 2-3 കൊല്ലം കഴിയട്ടെ. 2-3 കൊല്ലം കഴിയുമ്പോഴല്ലേ? എടോ, ഇത്രയും വയസ്സുള്ള ഒരു കൊച്ചിന്റെ തന്തയാവാനുള്ള പഠിച്ച റോയിച്ചിന് ഓ കുഞ്ഞാളി എപ്പോഴും പറയും പോലെ എന്നെ അടുത്ത രണ്ടുപേരും കൂടെ എന്തോ ഡിസ്കഷനാ തോന്നുന്നു. പെട്രോളിയം പ്രോഡക്ട്സോ? ദേണ്ട നടക്കുന്നു. പെട്രോളിയം പ്രോഡക്ട്സ്. അവിടെ സ്മോൾ പ്രൊഡക്ഷന്റെ ഡിസ്കഷൻ നടക്കുക. റോയിച്ചനല്ലേ കക്ഷി. റോയിച്ചൻ കുടിക്കോ? ഫസ്റ്റ് കുടിക്കുമെന്ന്. പിന്നെ ഒന്നുണ്ട് കേട്ടോ, ദിവസം 2 വകയെ കഴിക്കത്തുള്ളൂ. കഴിച്ചു കഴിഞ്ഞാ പിന്നെ പഷ്ട. രാജേട്ടൻ തൊടില്ല. ആലപ്പുഴ കായല് ചുറ്റി ബോട്ട് വരണേ, കോട്ടയം പട്ടണം ചുറ്റി റെയില് വരണേ. ആലപ്പുഴ കായല് ചുറ്റി ബോട്ട് വരണേ, കോട്ടയം പട്ടണം ചുറ്റി റെയില് വരണേ. തെയ്താരോ തെയ്താരോ തകതിന്തി മിന്താരോ, 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 തെയ്താരോ തെയ്താരോ തക തെയ്താരോ തെയ്താ. രാജേട്ടൻ കുടിച്ചു അല്ലേ? ഞാൻ കുടിച്ചില്ല. പിന്നെ ഇതെന്താ? ഇത് ജീരവെള്ളം. കരിങ്ങാലി. ഇതാണല്ലേ ജീരകവെള്ളം? അമ്മേ. രാജ്മോഹൻ, താൻ എന്തായാലും അങ്ങോട്ട് ചെല്ല്. ഇന്ന് എന്തായാലും അറിഞ്ഞത് നന്നായി. ഒന്ന് കോംപ്രമൈസ് ആയാൽ നമുക്ക് പിന്നെ പേടിക്കാതെ പരസ്യമായിട്ടൊന്ന് ഫിറ്റ് ചെയ്യാമല്ലോ. ഇന്നെന്തായാലും പ്രശ്നം. ഒരു ധൈര്യത്തിന് ഇവനോട് അകത്തോട്ട് പോട്ടെ. ചെല്ലി മാറിയില്ല. എന്നാ പണിയായി കാണിച്ചേ? കുടിക്കാത്ത ആളിനെ എന്നാത്തിന് നിർബന്ധിച്ച് കുടിപ്പിക്കുന്നേ? താണ്ട കിടക്കുന്നു. ഞാൻ 2 പെഗയെ കുടിക്കാറുള്ളൂ, നിനക്കറിയാമല്ലോ. പുള്ളി ഒരു ജാർ ഒറ്റ ഇരിപ്പിനെ അകത്താക്കുന്നു. പിന്നെ ശ്രീദേവി പറഞ്ഞല്ലോ തൊടത്തില്ല എന്ന്. ഒന്ന് പോടി വെണ്ണേ. ലോകത്തുള്ള എല്ലാ ഭാര്യമാർക്കും
അവരവരെ ഭർത്താക്കന്മാർ വലിക്കില്ല, കുടിക്കില്ല, പിന്നെ മറ്റ് ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല എന്നൊരു അന്ധമായ വിശ്വാസമുണ്ട്. ഇത് മോങ്ങാനിരുന്ന പട്ടിയുടെ തലേ തേങ്ങ വീണ പോലെയാ. അയ്യോ ശ്രീദേവി ഇപ്പൊ എന്നാ വിചാരിക്കുമെന്തോ? ഓ, എന്നാ വിചാരിക്കാനാ? കുടിക്കാനുള്ള ഇൻസ്പിറേഷൻ കൊടുത്തത് ഞാനാ, സമ്മതിച്ചു. പക്ഷേ രാജ്മോഹൻ ഇന്ന് കുടിച്ചതിന്റെ ആഫ്റ്റർ എഫക്ട് നാളെ നീ ആ നെയ്യപ്പത്തോട് ചോദിച്ചാൽ മനസ്സിലാവും. പോയി ഫുഡ് എടുത്ത് പോയി. അത് കൊള്ളാം. മോളെ മോളെ ചേട്ടന് വിശക്കുന്നടി. വിശക്കട്ടെ, വയറ് നിറച്ച് കുടിച്ചിട്ടുണ്ടല്ലോ. സമ്മതിച്ചു, ഞാൻ കുടിച്ചു. തെറ്റ്. ശ്രീകുട്ടിക്ക് അറിയാവോ, നമ്മുടെ പ്രസ്റ്റേജ് കീപ്പ് ചെയ്യാൻ വേണ്ടിയല്ലേ മോളെ ചേട്ടൻ അല്പം കുടിച്ചത്? പ്രസ്റ്റേജിന് വേണ്ടി കുടിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. പൊന്നു ശ്രീ, നീ കേൾക്കാത്ത ധാരാളം സംഭവങ്ങൾ ഈ ലോകത്ത് നടക്കുന്നുണ്ട്. ആ കോട്ടയത്തുകാരൻ അച്ചായ ഒരു കമ്പനി ഷേക്കിന് വേണ്ടി എന്നെ വിളിക്കുമ്പോൾ ഞാൻ ചെന്നില്ലെങ്കിൽ അച്ചായൻ കരുതും അത് നിന്നെ പേടിച്ചിട്ടാണ്. അതിന്റെ മോശം എന്റെ ശ്രീകുട്ടി കൂടെ ഉണ്ടാവരുമെന്ന് വിചാരിച്ചാ ഞാൻ 2 പേക്ക് അടിച്ചത്. അതുകൊണ്ട് എന്റെ പൊന്നു ശ്രീകുട്ടി, ഞാൻ എത്ര സോറി വേണമെങ്കിലും പറയാം. നിന്റെ കാലല്ല വിശപ്പാണെങ്കിൽ കാർത്തിനമ്മയോട് പറ, അവരെടുത്ത് തരും. എനിക്കൊന്നും വേണ്ട. നിനക്കൊന്നും വേണ്ട? എനിക്കും വേണ്ട. ആഹാ, ഒരു നേരം ഭക്ഷണം കഴിച്ചിരുന്നത് ചത്തൊന്നും പോകത്തില്ല. രാജേട്ടൻ കുടിക്കില്ലെന്ന് എന്റെ അഭിമാനത്തോടെ ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുള്ളത്. അയക്കോ, ഇനി എന്ത് വേണമെങ്കിലും അയക്കോ. എന്റെ ശ്രീകുട്ടി ഒരുമാതിരി ഫീൽ ചെയ്ത് വർത്താനം പറയരുത്. രാജേട്ടൻ എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. എന്റെ അമ്മയെ, ഞാൻ ആരെയാ കണി കണ്ടത്? ഓ എന്റെ ദൈവമേ. മുടി കെട്ടാനും സമ്മതിക്കില്ലല്ലോ. എനിക്ക് വേണം ഉറങ്ങണം. ഉറങ്ങിക്കോ, വേണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞോ? അങ്ങനെ കിടന്ന് ഉറങ്ങാൻ പറ്റും. എന്നതാ എന്നതാ ചോദിച്ചാ എടുക്കുന്നത്? പിൽസ് കഴിച്ചോ? ഓ, എന്നെ കൊണ്ടൊന്നും വയ്യ. നീ വെറുതെ കുഴപ്പം ഉണ്ടാക്കരുത്. എന്നതാ കുഴപ്പം? കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾ പ്രസവിക്കത്തില്ലയോ? നിനക്കിതൊന്നും പറഞ്ഞാ ഇപ്പൊ മനസ്സിലാകുകയല്ല. ഓ, ഇത്രയൊക്കെ അറിഞ്ഞാ മതി റോയിച്ച. എവിടെ ചെന്നാലും ആദ്യം ചോദിക്കുന്നത് എന്തെങ്കിലും വിശേഷം ഉണ്ടോന്നാ. നീ അടുത്തടുത്ത് 3-4 പ്രസവിച്ചു നോക്ക്. ഇതേ പാർട്ടീസ് തന്നെ തിരിച്ചു ചോദിക്കും. എന്നതാ ഷൈനി, നാണമില്ലേ, ഇതൊന്നും നിർത്തിക്കൂടായോ എന്നൊക്കെ. അതുകൊണ്ട് ഐശ്വര്യമായിട്ട് അച്ചായൻ തരുന്നൊന്ന് കഴിക്ക്. വെള്ളം കുടിക്ക്. നിനക്കെന്നതാ ഒരു കള്ളലക്ഷണം? നിന്നെ എനിക്ക് അത്ര വിശ്വാസം പോരാ. നീ ആ പാലാക്കാരൻ ബ്ലേഡ് വർക്കിയുടെ മോളല്ലേ? വാ തുറന്നേ. കുറച്ചുകൂടെ തുറന്നേ. അയ്യോ, അപ്പൊ ഇതിനു മുമ്പ് നീ കഴിക്കാതിരുന്നിട്ടുണ്ടോ? ഒറ്റ ദിവസം പോലും മുടങ്ങാൻ പാടില്ലെന്നാ. ഇനിയിപ്പോ വരുന്നിടത്ത് വെച്ച് കാണാം. അയ്യോ, ഞാനെന്തൊരു പട്ടി കിടക്കണം? വേണ്ടാത്ര കഴിക്കണ്ട. പക്ഷെ ഒരു കാര്യം, നീ ഭക്ഷണം കഴിക്കാൻ ഞാൻ ഈ വീട്ടിൽ ഭക്ഷണം കഴിക്കത്തില്ല. അത് വേറെ കാര്യം. ഹോട്ടലിൽ ഭക്ഷണം കിട്ടുമെന്ന് ഞാൻ നോക്കട്ടെ. ഞാൻ പോവാ. എന്നെ പുറകെ വിളിക്കരുത്. എന്താ കുഞ്ഞെ, ഭക്ഷണം എടുക്കട്ടെ? വേണ്ട, കാർത്തിനിമ്മ ഊണ് കഴിച്ചോളൂ. നിങ്ങൾ കഴിക്കുന്നില്ലേ? ഞങ്ങൾ താഴേന്ന് കഴിച്ചു. ശ്രീ, എന്റെ ശ്രീകുട്ടി ഇല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് പുറത്തുപോയി ആഹാരം കഴിക്കുന്ന എനിക്ക് തോന്നുന്നുണ്ടോ?
ഇങ്ങോട്ട് തിരിഞ്ഞേ, ഇങ്ങോട്ട് തിരിയാൻ. ദേ, ഇത്രയും നല്ല മുഖത്ത് കണ്ണുനീര് വരാൻ പാടില്ല. ചിരിച്ചേ, ചിരിക്കാൻ. ഞാൻ പറയും ചിരി. ആ.